അമേരിക്ക ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് ഒരു തീരുവമില്ല, 0 തീരുവയായിട്ട് ഈ കരാറ് നിശ്ചയിച്ചിരിക്കുകയാണ്. താരിഫില്ലെന്ന് മാത്രമല്ല, താരിഫ് അല്ലാതെയുള്ള എന്തെങ്കിലും തടസ്സങ്ങളോ പ്രതിബന്ധങ്ങളോ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യ ബന്ധങ്ങളിൽ ഉണ്ടെങ്കിൽ അതും ഇല്ലാതാക്കിയിരിക്കുന്നു. അവിടെയും 100%. കാരണം ഇപ്പോഴ് പ്രായോഗികമായിട്ട് ഇന്ത്യയുടെ വിപണികള് അമേരിക്കയ്ക്കായി മലർക്കെ തുറന്നിട്ടിരിക്കുക, യാതൊരു നിയന്ത്രണങ്ങളുമില്ല. 0 താരിഫ്. ഇതാണ് വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതിനും മറ്റൊരു മറുവശമുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങള്, ഊർജം, സാങ്കേതിക വിദ്യ, കൽക്കരി മുതലായ മേഖലകളില് നമ്മൾ അടുത്ത സാമ്പത്തിക വർഷം അമേരിക്കയിൽ നിന്ന് $50,000 കോടി ഉൽപ്പന്നങ്ങൾ വാങ്ങണം. അതൊരു ധാരണ വ്യവസ്ഥയാണ്. $50,000 കോടി, അത് 45.5 ലക്ഷം കോടി ഇന്ത്യൻ രൂപയാണ്. അതിന് സമാനമായിട്ടുള്ള ഡോളറിനുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ വാങ്ങേണ്ടത്. നമ്മുടെ ബജറ്റ് അനുസരിച്ച് ഈ സാമ്പത്തിക വർഷത്തിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തങ്ങളായ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ മാറ്റിവെച്ചിരിക്കുന്ന തുകയുടെ 85%മാണിത്, ഈ $50,000 കോടി എന്ന് പറയുന്നത്.